അപ്പം ഈ സമരം ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ അതിവേഗം തന്നെ നരേന്ദ്രമോദി ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്നുള്ള വലിയ ഭീതി ഉണ്ടായി. ഇന്ന് ഈ നഗരത്തിൽ മുഴുവൻ പോലീസ് രാജയാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ സോനം വാങ്ചുക്കിനെ കാണാൻ വേണ്ടി ഞങ്ങൾ സഫ്ദർജംഗ് ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ ആശുപത്രി പോലീസ് നരേന്ദ്രമോദി, അമിത്ഷായും മോഹൻ ഭഗത്തും ഏറ്റെടുത്ത് കഴിഞ്ഞു. അവിടുത്തെ ആശുപത്രിയിലെ ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞു, പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇവരെ വാങ്ചുക്കിനെ കാണാൻ വേണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിനാണെന്നുള്ള മറ്റ് ഞങ്ങളുടെ കൂടെ നടന്ന് ലിഫ്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞു കഴിയില്ല. ഒരു മാസത്തോളം കാലം നീണ്ടുനിന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവേദികളടക്കം ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ CJPയുടെ പ്രതിഷേധത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്ന വിവിധ സംഘടനകളാണ്. എന്നാലും CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി മീഡിയ വണിനോടൊപ്പം ചേരുകയാണ്. ജന്തർ മന്ദിറിലെ സമരവേദി ഭ്രാന്ത് പിടിച്ച് നരേന്ദ്രമോദി ഭരണം പൊളിച്ചു മാറ്റി. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഈ നവഫാസിസ്റ്റ് സ്വഭാവമുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മർദ്ദക ഭരണത്തെ പൊളിച്ചു മാറ്റാൻ പോവുകയാണ്. ഈ ഭരണത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ഒരു വലിയ പോരാട്ടമാണ് ഈ ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിയുടെ ഒരു ഭാഗം മാത്രം പുറത്തു വന്നപ്പോൾ, പ്രവേശന പരീക്ഷാ മേഖലയിൽ നടക്കുന്ന അഴിമതികൾ പുറത്തു വന്നപ്പോൾ വിദ്യാർത്ഥികളും യുവാക്കളും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സംഘടനകളും ഒക്കെ അണിനിരന്നൊരു സമരമാണ്. CJPയുടെ നേതൃത്വത്തിൽ അവർ ഈ സമരം ആരംഭിക്കുമ്പോൾ SFIയുടെ നേതൃത്വം സമരം നടക്കുന്നുണ്ടായിരുന്നു, ICAയുടെ നേതൃത്വം നടക്കുന്നുണ്ടായിരുന്നു, മറ്റ് സംഘടനകളുടെ നേതൃത്വം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ CJPയുടെ നേതൃത്വത്തിലുള്ള ഈ സമരവും സോണം വാങ്ചുക്കിനെ പോലെയുള്ള വളരെ സ്വീകാര്യതയുള്ള വലിയൊരു നിഷ്പക്ഷമായ വ്യക്തിത്വം എന്നുള്ള പ്രശസ്തിയുള്ള ആള് ഈ സമരരംഗത്ത് 3 ആഴ്ചയോളം തുടർച്ചയായിട്ട് നിരാഹാരത്തിൽ ഏർപ്പെട്ടപ്പോൾ ഈ സമരത്തിന് വളരെ വലിയൊരു സ്വാധീനം പുതിയ തലമുറയ്ക്കിടയ്ക്ക് വിശേഷമുണ്ടായി, എല്ലാ വിഭാഗ ജനങ്ങൾക്കിടയിലും ഉണ്ടായി. അതാണ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. 10,000 തുടർച്ചയായിട്ട് രാത്രിയും പകലും ഇവിടെ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ സമരം ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ അതിവേഗം തന്നെ നരേന്ദ്രമോദി ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്നുള്ള വലിയ ഭീതി ഉണ്ടായി. ഇന്ന് ഈ നഗരത്തിൽ മുഴുവൻ പോലീസ് രാജയാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ സോനം വാങ്ചുക്കിനെ കാണാൻ വേണ്ടി ഞങ്ങൾ സഫ്ദർജംഗ് ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ ആശുപത്രി പോലീസ് നരേന്ദ്രമോദി, അമിത്ഷായും മോഹൻ ഭഗത്തും ഏറ്റെടുത്ത് കഴിഞ്ഞു. അവിടുത്തെ ആശുപത്രിയിലെ ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞു, പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇവരെ വാങ്ചുക്കിനെ കാണാൻ വേണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിനാണെന്നുള്ള മറ്റ് ഞങ്ങളുടെ കൂടെ നടന്ന് ലിഫ്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞു കഴിയില്ല. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ ഈ സ്വയംഭൂമായി വന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള സമരങ്ങളും ആസൂത്രിതമായ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സമരങ്ങളിലൂടെ ലയിച്ചു ചേർന്ന് ഒരു മഹാപ്രവാഹമായി മുന്നോട്ട് നീങ്ങുന്നതിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ ഉള്ള പരിങ്ങലിലും പരിഭ്രാന്തിയിലുമാണ് ഭ്രാന്തമായി ഡൽഹി നഗരത്തിലാകെ ഇവർ വർധന വഹിച്ചുവിട്ടത്. കൈയൊടിഞ്ഞ വിദ്യാർത്ഥി നേതാവ് SFIയുടെ നേതാവ് സമീർ ഇന്ന് ഇവിടെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെയും മർദ്ദനമേറ്റ ഒട്ടേറെ ആളുകളെ നിങ്ങൾ കണ്ടു. മർദ്ദനമേറ്റ പലരും സ്വകാര്യ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സമീപകാലത്ത് നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭഗത് ഭരണം ഏറ്റവും വലിയ മർദ്ദനക്കെട്ടയിച്ചു വിട്ട് ഡൽഹി നഗരത്തെ, ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. സമരത്തിൻ്റെ ഒരു ഘട്ടം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. തുറന്നുള്ള ഘട്ടം പരസ്പരം കൂടിയാലോചിച്ച് ഞങ്ങൾ ആവിഷ്കരിക്കും. പാർലമെന്റിന്റെ വേദിയിൽ ഈ സമരം ജനപ്രതിനിധികളും പ്രതിപക്ഷ MPമാരും ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം കൂടിയിരുന്ന് ആലോചിച്ച് അടുത്ത ഘട്ടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് തീരുമാനിക്കുന്നതായി. അതുതന്നെയാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും താൽക്കാലികമായി ഈ സമരത്തെ അടിച്ചു തകർക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമം നടത്തിയെങ്കിൽ പോലും 2ാം ഘട്ടം സമരം അണിയറയിൽ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.